നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സ്ഫോടനത്തിന്റെ പിന്നാമ്പുറം. തിരുവനന്തപുരം വെള്ളറടയിൽ വില്ലേജ് ഓഫീസിലുണ്ടായത് സ്ഫോടനമല്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ദ്രാവക രൂപത്തിലുള്ള രാസവസ്തു കത്തിക്കുകയായിരുന്നു. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി റൂറൽ SP ഷഫീൻ അഹമ്മദ്. സ്ഫോടനത്തിന് പിന്നിൽ 3-അംഗ സംഘമെന്ന് സൂചന. വില്ലേജ് ഓഫീസിലെ രേഖകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടില്ലെന്നും പോലീസ്. സ്ഫോടനത്തിൽ 7 ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാലിന്റെ നില ഗുരുതരം. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ കൊണ്ടുവന്ന സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. അഭിമാന നേട്ടത്തിൽ രാജ്യം. ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനത്തിലെ അവസാന ഉപഗ്രഹമായ IRNSS-1G വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത് PSLV-33. ഇതോടെ ഇന്ത്യയുടെ ഗതിനിർണയ സംവിധാനത്തിൽ ഉൾപ്പെട്ട 7 ഉപഗ്രഹങ്ങളിലെല്ലാം ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവയുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സ്വന്തമായി നാവിഗേഷൻ സംവിധാനമുള്ള രാജ്യമായി മാറും ഇന്ത്യ. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കാണ് നിലവിൽ ഉപഗ്രഹ ഗതിനിർണയ സംവിധാനമുള്ളത്. 1500 കിലോമീറ്റർ പരിധിയിൽ ലഭ്യമാകുന്ന IRNSS ആഗോളതലത്തിൽ സേവനം നൽകില്ല. കത്തിപ്പടരുന്ന കോപ്റ്റർ വിവാദം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് രാഷ്ട്രീയായുധമാക്കി BJP. ആരോപണത്തിൽ CBIയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, അഹമ്മദ് പട്ടേൽ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജി സുപ്രീം കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. അതേസമയം തനിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സോണിയയുടെ പ്രതികരണം. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും UPA സർക്കാർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് മോദി സർക്കാരെന്നും കോൺഗ്രസ്. 3565 കോടിയുടെ കോപ്റ്റർ ഇടപാടിലെ അഴിമതി സ്ഥിരീകരിച്ച് ഇറ്റാലിയൻ കോടതിയുടെ വിധി വന്നത് 2 ദിവസം മുൻപ്. വേനലിൽ ഒരുങ്ങി കേരളം. വടക്കേ ഇന്ത്യയിലെ കൊടും ചൂടിന് സമാനമായി കേരളത്തിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 വരെ പുറത്തിറങ്ങരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. അതേസമയം വരൾച്ചാ ചട്ടങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. കേന്ദ്ര മാർഗരേഖ വന്നതിനു ശേഷം സൂര്യാഘാതമേറ്റ് മരിച്ചവർക്ക് 4 ലക്ഷം ധനസഹായം നൽകും. അതിനു മുൻപ് മരിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം. 14 ജില്ലകളിലും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം. മലമ്പുഴ ഒഴികെ എല്ലാ അണക്കെട്ടുകളിലെയും വെള്ളം തുറന്നുവിടും. മലമ്പുഴ ഡാമിലെ വെള്ളം കുടിവെള്ളത്തിന് മാത്രം ഉപയോഗിക്കണം. കൊല്ലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ തെന്മല ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അടൂർ പ്രകാശ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2770 രൂപ. പവൻ 22,160 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.